ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു യാത്രയുടെ വിശേഷമാണ്. ഇത് തെക്കൻ കുരിശുമലയിലെ തീർത്ഥാടന കേന്ദ്രമായ 69ാമത്തെ തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. അപ്പം ഇത് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര രൂപതയിലെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട എന്ന സ്ഥലത്താണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പള്ളിയിൽ വന്ന് പള്ളിയുടെ അവിടെ ആയിരുന്നു ബസ് കിടന്നത്. ബസ്സിൽ കയറി നമ്മൾ യാത്ര പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. അവിടെ അടുത്ത ഒരു അമ്മാമ്മയുടെ വീടുണ്ടായിരുന്നു. നമ്മുടെ പള്ളിയിലുള്ള ഒരു അമ്മാമ്മയുടെ അനിയത്തിയുടെ വീടുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ സ്വല്പ സമയം എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം നമ്മൾ യാത്ര തിരിക്കുകയാണ് കുരിശുമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വണ്ടി മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെ അവിടെ നിർത്തിയിട്ടിരുന്നു. ബ്ലോക്കാണ് വണ്ടികൾ കൊണ്ട്. അപ്പോൾ നമ്മൾ കുരിശുമലയുടെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ അവിടെ കുരിശുമലയിലോട്ട് പോകാനുള്ള അതിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മുടെ പള്ളിയിലുള്ള അംഗങ്ങളൊക്കെയാണ് ഇത്, കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെയാണ്. അവരൊക്കെ എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ആ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പം യാത്ര പോവുകയാണ്. ഈ കറുത്ത ടീഷർട്ട് ഇട്ടതാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഫാദറും ബാക്കി ഞങ്ങളെ ഇടവകയിലെ അംഗങ്ങളുമാണ്. ഞങ്ങൾ ആ ഒരു ബസ്സിൽ കൊള്ളുന്ന ആളുകളാണ് വന്നത്. നിറയെ വർണ്ണാലങ്കാരങ്ങളാൽ അലങ്കൃതമാണ്. അപ്പം ഇത് നമ്മൾ കുരിശുമലയിലോട്ട് പോകുമ്പം അതിൻ്റെ ഇടത്ത് സൈഡിൽ ആണ് ആ മാതാവിൻ്റെ പടമൊക്കെ ഉള്ളത്. പിന്നെ സ്റ്റോളുകളുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം കുരിശുമലയിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ഭക്ഷണം വേണ്ടിയവർക്ക് ദോശയൊക്കെ ഇവിടെ ചുടുന്നുണ്ട്. വെള്ളവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ നടന്നപ്പോൾ ഒരു കുരിശടി കണ്ടു. കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണിത്. പിന്നെ കുറച്ചും കൂടെ നടന്നു വന്നപ്പോൾ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഞങ്ങൾ കയറി കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനും നമുക്കൊന്ന് വിശ്രമിക്കാനൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് നേരം നമുക്കിരിക്കാം. അപ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞമ്മളും അവിടെ കയറി പ്രാർത്ഥിച്ചു. അവിടെ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനുണ്ട് നമുക്ക് ബ്ലെസ്സിങ് തരാൻ വേണ്ടിയിട്ട്. ഇതാണ് അവിടുത്തെ ഫാദർ. അപ്പോൾ നമ്മൾ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് ഇറങ്ങി നടന്ന് വരികയാണ്. മല കയറുകയാണ്. വീണ്ടും നടന്നു വന്ന് നമ്മളൊരു കുരിശിൻ്റെ വഴിയിലെത്തി. അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ നടക്കുകയാണ്. ഈശോയുടെ ഒരു പടമുണ്ട്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു പടമാണത്. വീണ്ടും നമ്മൾ നടക്കുകയാണ് മുമ്പോട്ട്. പാറയാണ്, ഇടത്ത് സൈഡിൽ പാറയാണ്. വീണ്ടും നമ്മളൊരു കുരിശിൻ്റെ വഴിയിലെത്തി. മൊത്തം 14 സ്ഥലമാണ് കുരിശിൻ്റെ വഴിയുള്ളത്. അച്ഛനും കുട്ടികളൊക്കെ ഒന്ന് ഇച്ചിരി നേരം അവിടെ ഇരിക്കുകയാണ്. ഞാൻ പുറകെ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് വരും. ഇപ്പോൾ ഈ അമ്മയും കുഞ്ഞും പറഞ്ഞ് അവരുടെയും കൂടെ ഒരു വീഡിയോ എടുക്കുക. അങ്ങനെ ഞാൻ അവരുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. വീണ്ടും നമ്മൾ നടന്നു വന്നപ്പം കാണാം ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പാറപ്പുറത്ത് ഒരു മാതാവിൻ്റെ പടം വെച്ചിട്ടുണ്ട്. അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ കയറി പ്രാർത്ഥിക്കാം. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. മുഴുവൻ പാറയാണ്. ആ പാറയ്ക്കുള്ളിലാണ് ആ മാതാവിൻ്റെ രൂപം അവിടെ വച്ചിരിക്കുന്നത്. കണ്ടോ, മുഴുവനും പാറയാണ്. സ്റ്റെപ്പ് കയറി മേളിലും എല്ലാം പാറയാണ്.
ഇതിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ രൂപവും വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും നടന്നു വന്ന് നമ്മൾ വീണ്ടും ഒരു കുരിശിൻ്റെ വഴിയിലെത്തി. യേശു കുരിശിൽ നിന്ന് വീഴുന്ന സ്ഥലമായിരുന്നു അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇത് മല പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സിസ്റ്റർമാരും ആളുകളൊക്കെയാണ്. നമ്മൾ മല കയറുന്നു, ഓരോരുത്തരും കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ആളുകൾ മുകളിലോട്ട് കയറുന്നുണ്ട് ഇഷ്ടം പോലെ. വയ്യാത്തവർക്ക് കുറച്ചു നേരം വേണമെങ്കിൽ ഇരുന്ന് വിശ്രമിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് യാത്ര തുടരാം. കയറ് കെട്ടിയിട്ടുണ്ട്, പാറപ്പുറമാണ്, കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറി പിടിച്ചു വേണം മുകളിലേക്ക് കയറാൻ. പിന്നെ ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴി വന്നാൽ അന്നേരം ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ കുരിശുമലയിലെത്തി. അവിടെ നമുക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് അച്ഛനെയും കൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പിക്കാം നമ്മുടെ തലയിൽ കൈവച്ചേ. ഇതാണ് കുരിശ്. അവിടെ നമുക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ കുരിശിൽ തറച്ചു എന്നുള്ള ആ ഒരു വിശ്വാസമാണ്, ആ ഒരു സങ്കല്പം. ഈ സ്ഥലത്തിനെക്കുറിച്ച് കൂടുതലൊന്നും വലുതായിട്ട് അറിയത്തില്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന കുഞ്ഞറിവൊക്കെയാണ് ഞാൻ നിങ്ങളുമായി പകർന്നു തന്നത്. ഇതിൽ കൂടുതലൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്, അപ്പം ഇതിനെക്കുറിച്ച് അറിയുന്നതും എല്ലാം. അച്ഛനെയും കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും വരുന്ന എല്ലാ ഭക്തജനങ്ങളും അച്ഛനെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അവിടെ അച്ഛനെ പ്രാർത്ഥിക്കാനായിട്ട് അവിടുന്ന് ബ്ലസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്നപ്പോൾ അവിടെ നമ്മുടെ ഫാദറും ബഹുമാനപ്പെട്ട ഫാദറും പള്ളിയിലുള്ള അംഗങ്ങളും കുറച്ച് പേര് അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് പേര് മല ഇറങ്ങി കഴിഞ്ഞു കയറിയിട്ട്. പിന്നെ അവരുമായിട്ടൊക്കെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ മലയെല്ലാം ഇറങ്ങി വരികയാണ്. ഇവിടെ ആളുകളുണ്ട് നമ്മളെ പിടിച്ചിറക്കാൻ, വീണു പോവാതെ പിടിച്ചിറക്കാൻ വേണ്ടി ആളെ നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പാറപ്പുറത്തുകൂടെ ഇറങ്ങിയൊക്കെ അങ്ങ് പോകണം. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആകെ ഒന്ന് ടയേർഡായി തുടങ്ങി. കൊല്ലച്ചാതി അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇനി കുരിശടിയുടെ അങ്ങോട്ട് വരികയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ കുരിശടിയിലേക്ക് വരികയാണ്. നമ്മൾ മലയെല്ലാം ഇറങ്ങി കുരിശടി വന്ന് അവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് വരുന്നത് വരെ അവിടെ കസാരയുണ്ട്, അവിടെ ഇരിക്കാം, നമുക്ക് ശ്രമിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഒന്ന്, ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും, ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി. നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ കൂട്ടുകാരെ.